Hi all, welcome to I Plus Training Solutions. കേരള സെറ്റ് ഹിസ്റ്ററിയുടെ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭവിഷ്യ. നമ്മൾ കേരള സെറ്റ് ഹിസ്റ്ററിയുടെ സിലബസിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവർക്കും തന്നെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവും, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തിയറി പാർട്ടാണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. എന്തായാലും ആ പോയിന്റ്സ് ഒക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ നോട്ടിൽ കുറച്ച് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടുന്ന, അതായത് നിങ്ങൾക്ക് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള നോട്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് വായിക്കുക. പിന്നെ മെയിൻ പോയിന്റ്സ് നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് എന്തായാലും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മൾ ഓരോ പേപ്പറിലും ഓരോ ക്ലാസ്സിലും, വീഡിയോ ക്ലാസ്സിലും നമ്മൾ 2 ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട്, അതിന്റെ നോട്ട് വായിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇൻ കേസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് എന്തായാലും നമ്മളോട് ചോദിക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു I Plus Training Solutions. കേരള സെറ്റ് ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ്. അതിലെ 4ാമത്തെ മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 4ാമത്തെ മൊഡ്യൂളിന്റെ ടൈറ്റിൽ ഞാൻ വായിക്കാം. കൺസെപ്ച്വലൈസേഷൻ, ഹൈപ്പോതെസിസ്, പ്രസന്റിംഗ് ആൻ ആർഗ്യുമെന്റ്, കോസേഷൻ, ജനറലൈസേഷൻ and its different types, framework of analysis, social and political theories. Okay, അപ്പൊ നമുക്ക് ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഞാൻ എന്തായാലും എടുത്ത് പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോവാം. അന്നത്തെ പോലെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഇന്ന് എടുത്തിട്ടുണ്ട്. നോക്കാം. ദ ടേം കോസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. താഴെ തന്നിട്ടുള്ള ഏത് വേർഡിൽ നിന്നാണ് കോസ് എന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേസ്, കോസ, കോസ്, ചൗസ് എന്നിവയാണ് ആ ഒരു 4 ഓപ്ഷൻസ്. ഇനി എക്സ്ക്യൂസ് മീ, ഞാനൊരു ചെറിയ പനി കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. സൗണ്ട് ഒക്കെ അതാണ് ഒരു മാതിരി ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The broad conclusions reached by historian after their analysis are dash. Historical fact, interpolations, generalizations, heuristics എന്നിവയാണ് 4 ഓപ്ഷൻസ്. അതായത് ഹിസ്റ്റോറിയൻസ് അനാലിസിസിന് ശേഷം എത്തിച്ചേരുന്ന ആ ഒരു ബ്രോഡ് കൺക്ലൂഷനെയാണ് നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ അതാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻസ്. ഈ 2 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ക്ലിയർ ആവട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കൺസെപ്ച്വലൈസേഷൻ നോക്കാം. എന്താണ് ഈ കൺസെപ്ച്വലൈസേഷൻ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപേ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഉണ്ട് നിങ്ങൾക്ക്? അതായത് എന്താണ് ആ ഒരു ആശയം അറിയോ? അതായത് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണാലോചന നോക്കുകയാണ്. അപ്പോ ബേസിക്കലി ഇപ്പോ നമ്മുടെ അപ്പച്ചൻ അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ അടുത്ത് ചോദിക്കും. ഇപ്പൊ പെൺകുട്ടികളുടെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ ആമ്പിള്ളേരുടെ അടുത്താണെങ്കിലും ചോദിക്കും, മക്കളെ കല്യാണം നോക്കാൻ പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിന്റെ താല്പര്യങ്ങള്, ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങള് എന്നൊക്കെ ചോദിക്കാറില്ലേ? സാധാരണ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങോട്ട് വാരി വിതറും അല്ലേ? അപ്പോ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. എ കൺസെപ്റ്റ് ഈസ് ദ നോഷൻ ഓർ ഇമേജ് ദാറ്റ് വി കൺജർ അപ്പ് when we think of some cluster of related observations or ideas. അതായത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു നോഷൻ അല്ലെങ്കിൽ ഒരു ഇമേജ് അതായത് ഒരു ചിത്രം. നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു ഒബ്സർവേഷൻസ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഐഡിയാസ്, അതിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസെപ്റ്റ്, കാഴ്ചപ്പാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ സാധാരണയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബ്രോക്കർ വന്നിട്ട് ചോദിക്കണ നേരത്തെ നമ്മുടെ അച്ഛൻ പറയണ ചെക്കന് സർക്കാർ ജോലി നിർബന്ധം, ഇത്ര അടി ഉയരം, വീട്ടിൽ ഇത്ര ആൾക്കാരെ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികളൊക്കെ പറയില്ലോ. അപ്പൊ അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ ഉടായ്പ എക്സ്പ്ലനേഷൻസ് കൊണ്ടുവരണത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ അത് എന്തായാലും പറയണേ, ഞാൻ എന്തായാലും മാറ്റാം. ഓക്കെ, കാരണം കുറച്ച് ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തിയറി ക്ലാസ് ഒക്കെ വരുമ്പോൾ കുറച്ച് ബോറിംഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ കൺസേണിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്താ തിയറി പാർട്ടൊക്കെ കുറച്ചധികം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റില്ല. കുറച്ചധികം നേരം, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോറടിച്ചു തുടങ്ങും. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും നമുക്ക് കുറച്ച് വേറിട്ട രീതിയിലുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മയിൽ നിൽക്കും. ഏത്? ഓക്കെ, അപ്പോ കൺസെപ്ച്വലൈസേഷൻ എന്താണെന്ന് നോക്കാം. കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺസെപ്ച്വലൈസേഷൻ മനസ്സിലാക്കാൻ എളുപ്പമാണ്. Conceptualization is a process in research that involves defining and specifying the main ideas or concept of a study. Conceptualization എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നുമില്ല. നമ്മൾ എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയല്ലോ, ആ കൺസെപ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അതിനെയാണ് പറയുന്നത്. അതായത് റിസർച്ചിൽ ഈ കൺസെപ്റ്റുലൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ, ആ ഒരു പ്രധാനപ്പെട്ട സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റുകളെയൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യുക, ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളാക്കിയിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യുക, അതിനെയാണ് കൺസെപ്ച്വലൈസേഷൻ എന്നോട് അർത്ഥമാക്കുന്നത്. The goal of conceptualization is to avoid confusion that can arise when key terms are interpreted differently. അതായത് ഈ ഒരു കൺസെപ്ച്വലൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ചില വാക്കുകൾ നമ്മൾ പലതരത്തില് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് എന്നുള്ള വാക്ക് നമ്മൾ, അതായത് CELL, സെല്ല് എന്നുള്ള വാക്ക് നമ്മളിപ്പോ ബയോളജിയില് സെല്ല് എന്ന് പറയാറുണ്ട്, നമ്മള് സെല്ല്, അതായത് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിലെ സെല്ല് എന്ന് പറയാറുണ്ട്, ഫിസിക്സിലെ സെല്ല് എന്ന് പറയാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലെ സെല്ല് എന്ന് പറയാറുണ്ട് അല്ലെ. ഇതെല്ലാത്തിലും 4 എണ്ണത്തിലും സെല്ല് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് വരുന്നത് എന്താണ്? CELL എന്നാണ്. പക്ഷെ പൊളിറ്റിക്സിലെ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സെല്ലിന്റെ ഉള്ളിലാക്കി എന്ന് പറയുമ്പോൾ ജയിലിലാക്കി എന്നുള്ളൊരു മീനിങ് ആണ് അതിൽ വരിക അല്ലെ. അതായത് പൊളിറ്റിക്സിൽ നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് സെല്ല് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിലായാലും സെല്ല് എന്ന വാക്ക് അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ബയോളജിയിൽ സെല്ല് എന്ന് പറയുന്നത് എന്താണ്? കോശത്തിനെയാണ് സെല്ല് എന്ന് പറയാ അല്ലെ. അല്ലെ, നമ്മള് കോശങ്ങളിലെ സെല്ല് എന്നാണ് പറയാ. ഇനി ഫിസിക്സിലെ സെല്ല് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ബാറ്ററീനെയാണ് സെല്ല് എന്ന് പറയാറില്ലേ അല്ലെ. പിന്നെ നമ്മൾ ഈ സെല്ലുലാർ ഫോൺ എന്നൊക്കെ പറയാറില്ലേ, അപ്പൊ അതിൽ വരുന്നതും ഈ സെയിം സ്പെല്ലിങ്ങിലുള്ള സെല്ല് തന്നെയാണ്. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് സെല്ല് എന്ന് പറയുന്നത് ആ ഒരു കള്ളീനെയാണ് അല്ലെ. അല്ലെ, ആ ഒരു കോളം, കോളം അങ്ങനെ പറയില്ലേ, ആ ഒരു പെർട്ടിക്കുലർ കള്ളീനെയാണ് നമ്മൾ സെല്ല് എന്ന് പറയാറുള്ളത്. അപ്പോ അത്തരത്തിലുള്ള ഇങ്ങനെ ആ ഒരു കീ ടേംസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ടിരിക്കാൻ, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. The goal of conceptualization is to avoid confusion that can arise when key terms are interpreted differently. It does this by breaking down complex ideas into common language and establish the basis for measurement. അപ്പോൾ കൺസെപ്ച്വലൈസേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. കൺസെപ്ച്വലൈസേഷൻ ഇൻ ഹിസ്റ്ററി നോക്കാം. Conceptualization in history is the study of how terms change in meaning and etymology over the time, and how this relates to cultural, conceptual and linguistic understanding. ഹിസ്റ്ററിയിലെ കൺസെപ്ച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ടേംസ് ചേഞ്ച് ഇൻ മീനിങ് ആൻഡ് എറ്റമോളജി ഓവർ ടൈം. അതായത് ടേംസ്, അതിന്റെ മീനിങ്, എറ്റമോളജി ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ ഈ ചേഞ്ച് ചെയ്തിട്ടുള്ള മീനിങ് ഒക്കെ ഉണ്ടല്ലോ, മീനിങ് എറ്റമോളജി ഒക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെ കൾച്ചറൽ, കൺസെപ്ച്വൽ, ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാമാണ് ഈ കൺസെപ്ച്വലൈസേഷൻ ഇൻ ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is also known as the history of concept. In deductive research, conceptualization helps to translate portions of an abstract theory into
ടെസ്റ്റബിൾ ഹൈപ്പോത്തിസിസ് ഇൻവോൾവിംഗ് സ്പെസിഫിക് വേരിയബിൾസ്. അതായത് ഡിഡക്റ്റീവ് റിസർച്ചിലെ കൺസെപ്ച്വലൈസേഷൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ടു ട്രാൻസ്ലേറ്റ് പോർഷൻസ് ഓഫ് ആൻ അബ്സ്ട്രാക്ട് തിയറി. അതായത് ഒരു പോർഷൻ, ഒരു തിയറിയുടെ ഒരു അബ്സ്ട്രാക്ട് പോർഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ? ഇൻടു ടെസ്റ്റബിൾ ഹൈപ്പോത്തിസിസ് ഇൻവോൾവിംഗ് സ്പെസിഫിക് വേരിയബിൾസ്. In deductive research, conceptualization is an important part of the process used to make sense of related observations. അപ്പോൾ ഡിഡക്റ്റീവ് റിസർച്ചിൽ എങ്ങനെയാണ് കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് an important part of the process used to make sense of related observation. ഒരു ഇൻഡക്റ്റീവ് റിസർച്ചിൽ റിലേറ്റഡ് ഒബ്സർവേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു സെൻസ് നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് കൺസെപ്ച്വലൈസേഷൻ. മെയിൻ ആയിട്ട് നിങ്ങൾ ആ ഒരു കൺസെപ്ച്വലൈസേഷൻ എന്താണെന്നുള്ള ഒരു ടേം മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെജോറിറ്റിയും ഈ ഒരു ഏരിയയിൽ നിന്ന് അത്രയ്ക്കും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കണ്ടിട്ടില്ല. അഥവാ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് ഇതുമായിട്ട് കൺസെപ്ച്വലൈസേഷനുമായിട്ട് ബന്ധപ്പെടാത്ത പോയിന്റ്സ് ഏതാണെന്ന് ചൂസ് ചെയ്യാനായിട്ട് അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വന്നു കണ്ടിട്ടുള്ളത് കേട്ടോ. ഹൈപ്പോത്തിസിസ് നോക്കാം. A hypothesis is an educated guess or prediction that can be tested to see if it is true. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അതായത് ഇതൊരു ഗസ് ആണ്, ഒരു ഊഹമാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രഡിക്ഷൻ ആണ്, അതായത് ഒരു പ്രവചനമാണ്. ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ടു സീ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്നത്. എ ഹൈപ്പോത്തിസിസ് ഇസ് എൻ എഡ്യൂക്കേറ്റഡ് ഗസ്, അതായത് വെറുതെ ഉള്ള ഒരു ഊഹമല്ല, എഡ്യൂക്കേറ്റഡ് ഗസ് ഓർ പ്രഡിക്ഷൻ ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ടു സീ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. അപ്പോ നമ്മള് നമ്മുടെ റിസർച്ച് പേപ്പറിൽ എന്തായാലും ഒരു ഹൈപ്പോത്തിസിസ് വെക്കും. ആ ഒരു ഹൈപ്പോത്തിസിസ്, അതായത് നമ്മളൊന്ന് ഊഹിക്കുകയാണ്, ഈ റിസർച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളിങ്ങനെ ഊഹിക്കും അല്ലെ. ആ ഒരു ഊഹമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഊഹം ചിലപ്പോ ശരിയാവാം, ചിലപ്പോൾ കംപ്ലീറ്റ്ലി ശരിയാവാം, അല്ലെങ്കിൽ പാർഷ്യലി ശരിയാവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹൈപ്പോത്തിസിസ് തന്നെ തള്ളി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മുടെ റിസർച്ച് കഴിഞ്ഞ് വരുമ്പോൾ അത് റിസർച്ച് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. സോറി. അപ്പൊ ഈ ഹൈപ്പോത്തിസിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എ ഹൈപ്പോത്തിസിസ് ഈസ് an idea or explanation for a phenomenon that can be tested through research and experiments. അപ്പോൾ എക്സ്പെരിമെന്റിലൂടെയോ അല്ലെങ്കിൽ റിസർച്ചിലൂടെയോ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹൈപ്പോത്തിസിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഹൈപ്പോത്തിസിന്റെ ഒരു എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ചെടി നട്ടു. ആ ചെടിക്ക് ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചെടി പെട്ടെന്ന് വലുതാവും എന്നിങ്ങനെ ഞാൻ ഊഹിച്ച് പറയാണ്. അപ്പോ അതൊരു ഹൈപ്പോത്തിസിസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ. അതായത് ഞാനൊരു ചെടി നട്ട് ആ ചെടിയിൽ എന്നും ഞാൻ കുറെ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നും കുറെ വെള്ളം ആ ചെടിക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടി വേഗം വലുതാവും എന്ന് ഞാൻ ഊഹിക്കുകയാണ്. പക്ഷെ അത് ആ ഒരു ഊഹം കൊണ്ട് മാത്രം അത് സത്യമാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അല്ലെ. ഇപ്പൊ ഇന്ന് ഞാൻ ആ ചെടി നട്ടു, ഇന്ന് ഞാൻ കുറെ വെള്ളം ഒഴിച്ചു, നാളെയും കുറെ വെള്ളം ഒഴിച്ചു, മറ്റന്നാളും കുറെ വെള്ളം ഒഴിച്ചു, അതിന് പിറ്റേ ദിവസം കുറെ മഴ പെയ്തു, എന്നിട്ടും ഞാൻ പിന്നെയും വെള്ളം ഒഴിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് വലുതാവോ? ചീഞ്ഞു പോവും അല്ലെ. വലുതാവാനായിട്ടുള്ള സാധ്യത കുറവാ. പക്ഷെ എന്നാ വേനൽക്കാലത്താണ് ഞാൻ ചെടി നട്ടതെന്നുണ്ടെങ്കിലോ ചിലപ്പോ ആ ചെടി പച്ച പിടിച്ച് വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ നമ്മൾ ഊഹിച്ചത് ശരിയാണോ ഇല്ല എന്നുള്ളത്. ചിലപ്പോ ആ ഒരു ഊഹം സത്യമാവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ തള്ളിപ്പോവാനും സാധ്യതയുണ്ട്. ഞാനൊരു വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ഹൈപ്പോത്തിസിസ് എന്താണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്താണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, then a working hypothesis is a provisionally accepted hypothesis proposed for further research. അപ്പോൾ റിസർച്ചിന് വേണ്ടിയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ആണ്. എ ഹൈപ്പോത്തിസിസ് റിക്വയർ more work by researcher in order to either confirm or
disprove it. അപ്പോ ഹൈപ്പോത്തിസിസിന് എന്ത് ആവശ്യമാണ്? റിസർച്ചറിന്റെ വർക്ക് ആവശ്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കൂടുതൽ ശ്രദ്ധ, അതായത് അത് കൺഫേം ചെയ്യണോ അല്ലെങ്കിൽ അത് ഡിസപ്രൂവ് ചെയ്യണോ ഡിസ്പ്രൂവ് ചെയ്യണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ റിസർച്ചർ നന്നായി വർക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പൊ അതാണ് മക്കളെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. The hypothesis should be clear and precise to consider it to be reliable. അപ്പൊ അത് റിലയബിൾ ആണോ എന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കണം? ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. ഒരു വലിയ എസ്സേ കൊണ്ടുവന്നത് ഇതാണ് എന്റെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗൈഡ് ആ ഒരു ഹൈപ്പോത്തിസിസ് ഗൈഡ് തന്നെ തള്ളിക്കളയും അല്ലെ. നമ്മൾ പിന്നെ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിരിക്കണം ഹൈപ്പോത്തിസിസ്. Then if the hypothesis is relational hypothesis, then it should be stating the relationship between variables. അപ്പൊ ഹൈപ്പോത്തിസിസ് റിലേഷണൽ ഹൈപ്പോത്തിസിസ് ആണ് എന്നുണ്ടെങ്കിൽ വാരിയബിൾസ് തമ്മിലുള്ള അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ആദ്യം തന്നെ സ്റ്റേറ്റ് ചെയ്യണം. അത് നമുക്ക് ഹിസ്റ്ററിയിൽ അത്രയും അത്യാവശ്യമില്ല. ഈ വാരിയബിൾസും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് എക്കണോമിക്സിലൊക്കെയാണല്ലോ വരണത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് അത്രയും അത്യാവശ്യമില്ലേ നമുക്ക്. നെക്സ്റ്റ്, the hypothesis must be specific and should have scope for conducting more tests. അപ്പൊ ഹൈപ്പോത്തിസിസ് സ്പെസിഫിക് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പോത്തിസിസ് കാണുമ്പോൾ നമുക്ക് അതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചുമായിട്ട് റിലേറ്റഡ് ആണ് അത് ടെസ്റ്റ്, ആ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് ഉറപ്പുണ്ടായിരിക്കണം. Then fourth one, the way of explanation of the hypothesis must be very simple, and it should also be understood that the simplicity of the hypothesis is not related to its significance. അപ്പോ എക്സ്പ്ലനേഷൻ, അതായത് ആ ഹൈപ്പോത്തിസിന്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ വേർഡ്സിലായിരിക്കണം. എന്നാൽ ആ ഒരു സിംപ്ലിസിറ്റി കൊണ്ട് ആ ഒരു ഹൈപ്പോത്തിസിസ് സിഗ്നിഫിക്കന്റ് അല്ലാന്നോ അങ്ങനത്തെ അത്രയും സില്ലി അല്ല എന്നും നമുക്ക് മനസ്സിലാവണം. അതായത് എന്താ, ചെറുതായിരിക്കണം, പവർഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഹൈപ്പോത്തിസിസ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് an observation and experiments possible. It becomes the start point for the investigation. Hypothesis helps in verifying the observations. It helps in directing the inquiries in the right direction. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് ഹൈപ്പോത്തിസിസ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് an observation and experiments. അതായത് ഒരു ഒബ്സർവേഷൻ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് പോസിബിൾ ആക്കാനും നമ്മളെ ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നമുക്കൊരു ഊഹമുണ്ട്, ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ഊഹമുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു ചിന്ത ഉണ്ടാവില്ലേ, എന്താ പറയണല്ലോ, ശരിയാണോ തെറ്റാണോ നമുക്ക് പറയണല്ലോ എന്നുള്ളൊരു വാശി നമുക്ക് കയറാൻ സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, ഇനി it becomes the start point of the investigation. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ, നമ്മുടെ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലേ, ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു സ്റ്റാർട്ട് പോയിന്റ് ആണ് ഈ പറയുന്ന ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൈപ്പോത്തിസിസ് ഹെൽപ്സ് ഇൻ വെരിഫൈയിങ് ദ ഒബ്സർവേഷൻ. അപ്പൊ നമ്മളുടെ ഒരു ഒബ്സർവേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി, നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ കുറെ ഡാറ്റകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡാറ്റയും ഈ ഹൈപ്പോത്തിസിസുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നോക്കും. അതങ്ങനെ തീരെ ചേർന്നില്ല, കാന്തത്തിന്റെ രണ്ട് ധ്രുവം പോലെ ഇങ്ങനെ അറ്റത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അത്തരം ഡാറ്റകളെ നമ്മൾ സ്കിപ്പ് ചെയ്യും അല്ലെ. അപ്പോ ആ നമ്മുടെ ഒബ്സർവേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അണ്ണാൻ എന്തായാലേ ഞാൻ പോസ് ചെയ്ത് നോക്കി, ആള് പോണില്ല, അണ്ണാന്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. It helps in directing the inquiries in the right direction. അതായത് നമ്മൾ പോകുന്ന വഴി ശരിയാണോ അല്ലെങ്കിൽ ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ശരിയായ വഴി കൂടെ തന്നെ നമ്മളുടെ യാത്ര ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും
അങ്ങനെ ഷോർട്ട് കട്ട് എടുത്ത് പോയിട്ട് എങ്ങാനും വഴി തെറ്റി നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഹൈപ്പോത്തിസിസ് എടുത്ത് ആലോചിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിലപ്പോ അന്വേഷിച്ച് കാട് കയറി ഇങ്ങനെ പോകൂല്ലേ. അങ്ങനെ കാട് കയറി പോകണ ഒരു ഘട്ടം വരുമ്പോ നമ്മള് ഓടിച്ചെന്ന് നമ്മുടെ ഹൈപ്പോത്തിസിസ് എടുത്ത് നോക്കുക. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ റിസർച്ചിൽ എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ നമ്മളെ വഴിതെറ്റിക്കാതെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഹൈപ്പോത്തിസിസ് എന്നതുകൊണ്ട് അതിന്റെ ഫങ്ഷൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് നമ്മുടെ നോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സിമ്പിൾ ഹൈപ്പോത്തിസിസ്, അതുപോലെ കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ്, ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ, നൾ ഹൈപ്പോത്തിസിസ്, അസോസിയേറ്റീവ് ആൻഡ് കാഷ്വൽ ഹൈപ്പോത്തിസിസ് എന്നിങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ്. യുവർ ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ് states the central point or focus of your project in 2 or 3 sentences. അപ്പൊ ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ ഒരു കാതലായിട്ടുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്, ആ ഒരു സെൻട്രൽ പോയിന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അത് 2 or 3 സെന്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഒരു എസ്സേ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോ your historical argument states the central point or focus of your project in 2 or 3 sentences. It is sometimes called a thesis or claim. അപ്പോ ഈ ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റിനെ പലപ്പോഴും thesis എന്നും പറയാറുണ്ട്. ഓക്കെ, your argument should reflect your analysis of the historical evidence that you gathered. Your historical argument must make a meaningful connection to the theme and show you why your topic is significant in history. അതായത് നിങ്ങളുടെ ഒരു ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ് നിങ്ങളുടെ ഒരു ടോപ്പിക് ഹിസ്റ്ററിയിൽ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളതും, അതുപോലെ നിങ്ങളുടെ ഒരു തീമിന്റെ ഒരു മീനിങ്ഫുൾ കണക്ഷനും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ്. ഇറ്റ് മസ്റ്റ് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു യുവർ പ്രൊജക്ട് ആൻഡ് ബി ക്ലിയർ ടു ദോസ് ഹു റീഡ് ഓർ വ്യൂ ഇറ്റ്. അതായത് നിങ്ങളുടെ ഒരു പ്രൊജക്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിസർട്ടേഷൻ വർക്ക് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വായിക്കുന്ന ആൾക്ക് സംഭവം ക്ലിക്ക് ആവും. അതായത് ഈ കാര്യമാണ് ഈ എന്റെ പ്രൊജക്റ്റിലോട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ്. നെക്സ്റ്റ് വൺ, കോസേഷൻ. കോസേഷൻ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കോസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. കോസ്, ഇറ്റ് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോസ, മീനിങ് റീസൺ, മോട്ടീവ് ഓർ സേക്ക്. എണ്ണാൻ നിർത്താനുള്ള ഉദ്ദേശമില്ല, കൂട്ടത്തില് മൈൽസാറും വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് അതിനോട് വെച്ച് വെക്കാൻ പാകത്തിനുള്ള സൗണ്ട് എടുക്കാൻ പറ്റില്ല, കാരണം പനി തൊണ്ടവേദനയൊക്കെ ആയ കാരണം. അപ്പൊ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ഓക്കെ, അപ്പൊ കോസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കൗസയിൽ നിന്നാണ്. സ്പെല്ലിങ് നോക്കണം, CAUSA. ആ സ്പെല്ലിങ് മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട്, ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ട്, സോറി, ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ കോഴ്സ് എന്നുള്ള ഇത് മാത്രമല്ല, നമ്മൾ ഒരു പുതിയ വർക്ക് പഠിക്കുമ്പോൾ അതിന്റെ എറ്റിമോളജി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, നമ്മുടെ സെറ്റ് എക്സാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. Every historical event occurred because of a series of events that happened beforehand. Things that directly lead to another event are called causes. അതായത് എല്ലാ ഹിസ്റ്റോറിക്കൽ ഇവന്റുകളും നടക്കുന്നത് അതായത് ഒരു സീരീസ് ഓഫ് ഇവന്റ് നടക്കുന്നത് പിന്നെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കില്ലേ. അപ്പൊ നമ്മുടെ പുരാണത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയാറുണ്ട് അല്ലെ. അതായത് കീചകൻ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊന്നത് ആരായിരിക്കും? ഭീമനായിരിക്കും എന്ന കീചകൻ മരിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ്. അതിന്റെ കാരണമായിട്ട് പറയുന്നതാണ് ഭീമനായിരിക്കും കൊന്നിട്ടുണ്ടാവുക, അങ്ങനെയാണ് കീചകൻ മരിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞത് അല്ലെ. അപ്പോ അതേപോലെ എന്ത് കാര്യം നടക്കുന്നുണ്ടോ അതിന് ഒരു കാരണം ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കും. ആ കാരണത്തിന് അതാണ് നമ്മൾ ഈ കോസ് എന്ന് പറയുന്നത്. കോസ് ആൻഡ് എഫക്ട് എന്നൊക്കെ പറയില്ലേ, അതന്നെ. Some causes occurred immediately before the event began, while others existed for several years before they caused the event. അപ്പൊ ചില കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇവന്റ് നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാരണങ്ങളായിരിക്കും. അതല്ല ചിലത് എന്ന് പറയുമ്പോൾ അപ്പൊ ഒരു ഇവന്റ് ഇപ്പൊ ഇന്ന് നടന്നെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില യുദ്ധങ്ങളൊക്കെ ഇമ്മീഡിയറ്റ്, അതായത് ചില രാജാക്കന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് യുദ്ധം നടത്താറുണ്ട്. അപ്പൊ അതിനെ എന്താ ഇമ്മീഡിയറ്റ് കോസ്, അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുള്ള കാരണം. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 1857 റിവോൾട്ട്, അതിൽ നമ്മൾ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് പറയുന്നത്? എന്താ ആ ഒരു റൈഫിലില് പിഗിന്റെ ഫാറ്റ് ഒക്കെ നിറച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ റിലീജിയസ് കോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് പറയുന്നത്. ഇനി വൈൽ അതേഴ്സ് എക്സിസ്റ്റഡ് ഫോർ സെവറൽ ഇയേഴ്സ് ബിഫോർ ദേ കോസ്ഡ് ദ ഇവന്റ്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കാരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ പേരിലുള്ള ഇവന്റ് കുറെ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും നടക്കുന്നുണ്ടാവും. ഇപ്പൊ ചില രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് രാജാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ കൂടി ആ രാജാക്കന്മാര് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് തക്കം പാത്തിരിക്കും. ഇതിന്റെ ഒരു അവസരം വരുമ്പോ നീ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞൂലേ എന്ന് പറഞ്ഞിട്ട് അവര് തല്ലോടാ, മീൻസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഓക്കെ. അപ്പോ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം, ഇപ്പൊ ഇന്നൊരു കാരണം ഉണ്ടായി, കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അതിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോ ഓക്കെ, അതാണ് പറയുന്നത്. ഇനി causation indicates that one event is the result of the occurrence of the other event. അതായത് there is a causal relationship between the two events. രണ്ട് ഇവന്റുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, കാര്യകാരണ സഹിതമുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോസ് ആൻഡ് എഫക്ട് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ചില കോസസ് റേഷണൽ ആയിരിക്കും ആൻഡ് റിയൽ, വൈൽ അതേഴ്സ് ആർ റേഷണൽ ആൻഡ് ആക്സിഡന്റൽ. അതായത് ചില കോസുകൾ എന്തായിരിക്കും, റേഷണൽ ആയിരിക്കും, റിയൽ ആയിരിക്കും. അതുപോലെ ചില കോസുകൾ റാഷണൽ ആയിരിക്കും പക്ഷെ ആക്സിഡന്റൽ ആയിരിക്കും, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും. Rational causes lead to fruitful generalization and lessons can be learned from them. They serve the end of broadening and deepening out understanding. Accidental cause cannot be generalized, teach no lessons and lead to no conclusions. Causality is bound up with interpretations. അപ്പൊ ഇന്റർപ്രിട്ടേഷൻസുമായിട്ട് ബോണ്ടഡ് ആണ് ഈ കോസാലിറ്റി എന്ന് പറയുന്നത്. ജനറലൈസേഷൻ എന്താണ് നോക്കാം. Generalization is a process of framing principles, theories and concepts by establishing relationship between fact. അപ്പോ ഫാക്റ്റുകൾ തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കൺസെപ്റ്റ്, തിയറീസ്, പ്രിൻസിപ്പിൾസ് എന്നിവ ഫ്രെയിം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലൈസേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. Generalization can be drawn out from the fact through its systematic analysis and interpretation. ഫാക്റ്റുകളിൽ നിന്ന് ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസ് അതുപോലെ ഇന്റർപ്രിട്ടേഷൻസ് വഴി നമുക്ക് ജനറലൈസേഷനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. Though historians have different views regarding the role of historical generalization, it is widely accepted as an inevitable part of historical research. അപ്പോ ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാർട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജനറലൈസേഷനെ കുറിച്ചിട്ട് രണ്ട് ഹിസ്റ്റോറിയൻസിന്റെ വേർഡ്സ് നമുക്ക് നോക്കാം. ഇൻ ദ വേർഡ്സ് ഓഫ് ലോർഡ് ആക്ടൺ, history is a generalized account of the personal stories of men united in bodies for any public purposes whatever. H. Carr പറഞ്ഞിട്ടുള്ളത്, H. Carr emphatically contended that history is social science, not art, because historians, like scientists, seek generalizations that help to broaden the understanding of one's subject. രണ്ട് ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതാദ്യം മനസ്സിലാക്കുക. അതായത് ഇറ്റ് ഈസ് ദ ബ്രോഡ് കൺക്ലൂഷൻ റീച്ച്ഡ് ബൈ ഹിസ്റ്റോറിയൻ ആഫ്റ്റർ ദെയർ അനാലിസിസ്. അതായത് നമ്മളിപ്പോ ഒരു റിസർച്ച് പ്രോബ്ലം നമ്മുടെ കിട്ടി, നമ്മൾ അത് അനാലിസിസ് ചെയ്ത്
നമ്മൾ സംഭവങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, ഒരു വിശാലമായിട്ടുള്ള കൺക്ലൂഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനറലൈസേഷനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, ലോവർ ലെവൽ ജനറലൈസേഷൻ അതുപോലെ ഹയർ ലെവൽ ജനറലൈസേഷൻ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ലോവർ ലെവൽ ജനറലൈസേഷൻ ആണ് നമ്മൾ ഇനി പറയുന്നത്. ലോവർ ലെവൽ ജനറലൈസേഷൻ. A lower level generalization is a descriptive statement about the past delivered by the historian after the verification of his various sources and its interpretations. അതായത് ലോവർ ലെവൽ ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ഓർക്കുക. അബൌട്ട് ദ പാസ്റ്റ്, പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നൽകുന്നത് ഹിസ്റ്റോറിയൻ ആണ്. അത് പലതരത്തിലുള്ള സോഴ്സസ്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് ഹിസ്റ്റോറിയൻ നൽകുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ ലെവൽ ജനറലൈസേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിയർ ജനറലൈസേഷൻ ആർ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ കോൺസെപ്റ്റ്. രണ്ടോ അതിലധികമോ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ജനറലൈസേഷൻ എന്തുകൊണ്ട് ഇവിടെ, അതായത് ലോവർ ലെവൽ ജനറലൈസേഷനിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ലോവർ ലെവൽ ജനറലൈസേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഇനി ഹയർ ലെവൽ ജനറലൈസേഷൻ. ഹയർ ലെവൽ ജനറലൈസേഷൻ aims to formulate general principles, theories and concepts about the past by establishing relation with the fact. അപ്പോ ജനറൽ പ്രിൻസിപ്പിൾസ്, തിയറീസ്, കൺസെപ്റ്റുകൾ അതൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ജനറലൈസേഷൻ ആണ് ഹയർ ലെവൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ബൈ എസ്റ്റാബ്ലിഷിംഗ് ദ റിലേഷൻ വിത്ത് ദ ഫാക്ട്, ഫാക്റ്റുമായിട്ടുള്ള റിലേഷൻ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്ന് കണക്ട് ചെയ്തിട്ട് തിയറികള്, പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റുകൾ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത്തരം ലെവല് ജനറലൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹയർ ലെവൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു നമ്മളിപ്പോ ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോൾ അതില് നമ്മൾ ആ ഒരു ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സോഴ്സസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ലോവർ ലെവൽ ജനറലൈസേഷൻ. ഓക്കെ, അത് കുറച്ച് ചെറിയ ലെവലാണ്. ദെൻ ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു തിയറികൾ, അതായത് നമ്മളുടെ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട്, റിസർച്ച് പേപ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മൾ എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും തിയറികളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹയർ ലെവൽ ജനറലൈസേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. Empirical disciplines like history use theory to generalize from many specific findings. അപ്പൊ നമ്മളൊക്കെ ഈ തരം ജനറലൈസേഷൻ ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു തിയറി ആയിരിക്കും ഫൗണ്ട് ചെയ്ത് വരിക അല്ലെ. ഓക്കെ, ഫ്രെയിംവർക്ക് അനാലിസിസ് നോക്കാം. The framework analysis methodology is a systematic approach to data review. It allows researchers to ensure that they handle the data per predetermined procedures. Framework analysis is a method of analyzing qualitative data that can be used in historical research to help researchers identify, describe, and interpret patterns in historical data. It involves creating a framework of themes and using it to analyze, source, construct arguments, and present findings. അതായത് ഫ്രെയിംവർക്ക് അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. റിസർച്ചറിനെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ടു ഐഡന്റിഫൈ, ഡിസ്ക്രൈബ് ആൻഡ് ഇന്റർപ്രറ്റ് പാറ്റേൺസ് ഇൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ പാറ്റേൺ അത് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും അതിന്റെ പാറ്റേൺ മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിന്റെ ഒരു ഫ്രെയിംവർക്ക് നമ്മൾ കണ്ടെത്തിയെടുക്കുക. നമ്മളുള്ള ഡാറ്റ, നമുക്ക് കിട്ടാവുന്ന ഡാറ്റ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സോഴ്സസ് അനലൈസ് ചെയ്ത് നമ്മളൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തന്നിട്ടുള്ള നോട്ടും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു.
അപ്പൊ നമുക്ക് ഇനി ഒരു പാർട്ട് കൂടി, ഒരു മൊഡ്യൂൾ കൂടി ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് നമുക്ക് എന്തായാലും അതും കൂടി പഠിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു.